എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മൻ. പോടാ പുല്ലേ ട്രംപേ. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അമേരിക്കയോട് പറയുന്നത് പോടാ പുല്ലേ എന്ന് തന്നെയാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനി അറിയാലോ അല്ലേ? ഇപ്പോൾ സ്കൂബിയുടെ ബാഗുകളൊക്കെ ഉപയോഗിക്കാത്ത 90s കിറ്റൊക്കെ വളരെ കുറവായിരിക്കും. ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ്. പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു സത്യമുണ്ട്. കിറ്റെക്സിൻ്റെ 70% വരുമാനം വരുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? അവർ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റു ഭാഗത്തോ വിൽക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നല്ല, മറിച്ച് അവർ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന പ്രോഡക്റ്റുകളിൽ നിന്നാണ് 70% വരുമാനം വരുന്നത്. ഞെട്ടിയോ? ഇത് അറിഞ്ഞപ്പോൾ ഞാനും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കയറ്റി അയക്കുന്ന ഇതുപോലെ തന്നെ ഇൻഫൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അപ്പാരൽസ് ആണ്. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ, കുടകൾ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന തരത്തിലുള്ള ഐറ്റംസ് തന്നെയുണ്ടല്ലോ. അങ്ങോട്ട് കയറ്റി അയച്ചാണ് അവർക്ക് 70% വരുമാനം കിട്ടുന്നത്. കിറ്റെക്സ് എന്നുള്ളത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ഇതുപോലുള്ള തുണിത്തരങ്ങൾ, സ്കൂൾ ബാഗുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ. അപ്പോൾ കിറ്റെക്സിൽ ആയിരക്കണക്കിന് ആൾക്കാർ, നമ്മുടെ മലയാളികളായാലും മറ്റ് സംസ്ഥാനത്തുള്ളവരായാലും ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലേ. ഇവർക്കൊക്കെ വലിയൊരു അടിയാണ് ഇപ്പോൾ ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരുപാട് കമ്പനീസ് ഉണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ കെൽട്രോൺ. ഈ കെൽട്രോണിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ US-ലേക്ക് ഷിപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് ബേസ് ചെയ്ത് ഒരുപാട് രത്നവ്യാപാരികളുണ്ടല്ലേ. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് രത്നവ്യാപാരികളൊക്കെ ഉള്ള ഒരു നാടാണ്. അവിടുന്ന് ഒരുപാട് രത്നങ്ങളൊക്കെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഒരു വലിയ അടി. ഇവർ മാത്രമല്ല, കുറച്ച് ഉദാഹരണം പറയുവാണെങ്കിൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള മെഷീൻസ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനീസ് ഈ മരുന്ന് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മെഷീനുകൾ അല്ലെങ്കിൽ ലാബ്, നമ്മുടെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളില്ലേ, വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ, അതൊക്കെ നിർമ്മിച്ച് US-ലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ അവർ. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, ഹോം ഡെക്കോർസ്, നമ്മുടെ കരകൗശല വസ്തുക്കൾ, വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കൾ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് ടീ, കോഫി, സ്പൈസസ്. നമ്മുടെ തേയില, കാപ്പി, നമ്മുടെ കുരുമുളക്, ഏലം തുടങ്ങിയ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ 25% ടാക്സ് ട്രംപ് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നൊരു സംസ്ഥാനം ഏതാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മളാണ്, കേരളമാണല്ലേ. മൂന്നാർ, ഇടുക്കി എന്നൊക്കെ ഒരുപാട് തേയില, കോഫി, ഏലം, കുരുമുളകൊക്കെയാണ് കയറ്റുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തൊഴിലാളികൾ, ആ കമ്പനി മാത്രമല്ല, കമ്പനിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടാകുമല്ലേ. ഇപ്പോൾ തേയില പറിക്കുന്നവർ മുതൽ അങ്ങ് മോളിയിരിക്കുന്നവർ വരെ ഉണ്ടല്ലേ. ഇവരെല്ലാം ബാധിക്കുന്ന ഒരു വലിയ അടിയാണ് ട്രംപ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതായത് എല്ലാത്തരം അങ്ങോട്ട് കയറ്റി അയക്കുന്ന പ്രോഡക്റ്റുകളുണ്ടല്ലോ, 25% ടാക്സ് കൂട്ടി. 25% ടാക്സിലേക്ക് എത്തിച്ചു എന്നല്ല, ഇപ്പോൾ 5% നേരത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് 30%-ലേക്കാക്കി. 10% ഉണ്ടായിരുന്നെങ്കിൽ അത് 35%-ലേക്കാക്കി. ഞാനിവിടെ വലിയ അടിയാണ് തന്നതെന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ചായിരുന്നല്ലേ. ട്രംപ് വിചാരിച്ചത് തന്നെയാണ്. ഇങ്ങനെ ഒരു വലിയ അടി കൊടുത്ത് എന്തിനാണ് ഇത് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, ട്രംപ് പറയുന്നത് നമ്മൾ കേൾക്കണം. ട്രംപിൻ്റെ ചൊൽപ്പടിക്ക് നമ്മൾ വന്നെ, നമ്മൾ അയാളുടെ മുമ്പിൽ, അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ടാക്സ് കുറച്ച് തരാം. ഇതിനെ പ്രഷർ ടാക്ടിക്സ് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യത്തിൽ നമുക്ക് പ്രശ്നമാകുന്ന ഒരു സംഭവം ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യം സാധിച്ചെടുക്കുക. ചരിത്രാതീത കാലം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലേ. അപ്പോൾ ട്രംപിൻ്റെ വിചാരം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കും, നമ്മൾ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കും. അതുപോലെ തന്നെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇന്ത്യക്ക് റഷ്യ ആയിട്ട് നല്ല ബന്ധമാണല്ലോ, റഷ്യ ആയിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തിക്കൂ, അല്ലെങ്കിൽ ഈ ടാക്സ് ആയിരിക്കും ഞാൻ അടിച്ച് തരാൻ പോകുന്നതല്ലേ. അപ്പോൾ ട്രംപ് വിചാരിച്ചത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ്, മുട്ടുകുത്തി നിൽക്കുമെന്നാണ്. പക്ഷേ ഇന്ത്യ രാജ്യം, ഇന്ത്യൻ ഗവൺമെൻറ്, എല്ലാ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്, പോടാ പുല്ലേ ട്രംപേ, നിൻ്റെ കളികളൊക്കെ അവിടെ കളിച്ചാൽ മതി. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-75 വർഷമായി. ഞങ്ങൾ ഇന്ന് സ്വന്തം കാലയിലാണ് നിൽക്കുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം. നിൻ്റെ ഒരു ഓശാനോ ഞങ്ങൾക്ക് വേണ്ട. നിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുനിഞ്ഞു നിൽക്കാനും പോകുന്നില്ല എന്ന്. ശരിയാണ്, പ്രത്യക്ഷത്തിൽ ഒരുപാട് ജോലിക്കാരെ, ജീവനക്കാരെ ബാധിക്കും. ഏറ്റവും നല്ല ഉദാഹരണം കിറ്റെക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, 10,000-കണക്കിന് ആൾക്കാർ കിറ്റെക്സിൽ ജോലി ചെയ്യുന്നുണ്ട്. കിറ്റെക്സിൻ്റെ 70% വരുന്നത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ജീവനക്കാരെയൊക്കെ കാര്യമായിട്ട് ബാധിക്കില്ലേ. ഒരുപാട് തേയില, കുരുമുളക്, ഏലം ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ ബാധിക്കില്ലേ. ഓക്കെയാണ്. ട്രംപ് നമ്മുടെ എക്കോണമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഡെഡ് എക്കോണമി എന്നാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള നമ്മളെ വിളിക്കുന്നത് ഡെഡ് എക്കോണമി എന്ന്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ തുടക്കത്തിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം എന്താണ്? എല്ലാ ജനങ്ങളും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എതിർക്കുകയാണല്ലേ. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അമേരിക്ക ചൈനയ്ക്ക് മുകളിൽ 135% ഇമ്പോർട്ട് ഡ്യൂട്ടി കയറ്റിയപ്പോൾ ചൈനയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. കാനഡയ്ക്ക് മുകളിൽ 35% കയറ്റിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണല്ലേ. പക്ഷേ ഒരാൾ മാത്രം ഉണ്ടല്ലോ, ഈ ട്രംപ് വിളിച്ചിട്ടുള്ളത് ചത്ത എക്കോണമി, ഡെഡ് എക്കോണമി എന്നാണല്ലോ അല്ലേ, സമ്പദ് വ്യവസ്ഥ എന്നല്ലേ. ഒരാൾ അത് തന്നെ പറയുകയാണ്, യെസ്, ഇന്ത്യ ഈസ് എ ഡെഡ് എക്കോണമി എന്ന്. മറ്റാരുമല്ല, പറഞ്ഞ ആരാന്നറിയാവോ? രാഹുൽ ഗാന്ധി. आपको ये मालूम नहीं है कि इंडियन इकोनॉमी डेड इकोनॉमी है? कोई कंफ्यूजन है आप में?
पूरी दुनिया जानती है कि इंडियन इकोनॉमी इज अ डेट इकोनॉमी. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ പല വീഡിയോയിലും പുള്ളിയെ പറ്റി നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ഇത് ഇന്ത്യ ഡെഡ് എക്കോണമി എന്ന് ട്രംപിനൊപ്പം ചേർന്നിട്ട് ഈ രാജ്യത്തെ ഇത്രത്തോളം തരം താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നത്. രാജ്യം എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത് ഇതാണ്. ഇങ്ങനെ പല തവണ ഇതുപോലെ തന്നെ വായിക്ക് ലൈസൻസ് ഇല്ലാതെ എല്ലില്ലാതെ ഓരോന്ന് വിളിച്ച് പറയാറുണ്ട്. പണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, സുപ്രീം കോടതി ഒരു തവണ ശകാരിച്ച് വിട്ടതാണ്, മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറയുക. കാരണം സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കള്ളം പറഞ്ഞു. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ആർമിയെ പറ്റി പരാമർശിച്ചത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായി പോയെന്ന് സുപ്രീം കോടതി വീണ്ടും രാഹുൽ ഗാന്ധിയെ താക്കീത് ചെയ്തു. പുള്ളി ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോട്ടെ, പക്ഷേ ആരാണ് രാഹുൽ ഗാന്ധി? കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമോ അവതരിപ്പിക്കുന്ന വ്യക്തി, രാജ്യം ഭരിക്കാൻ പോകുന്ന വ്യക്തി. പുള്ളിയൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കിത് കേൾക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ നിൽക്കുമ്പോൾ പുള്ളി, അതായത് ഇത്രയും വലിയൊരു നേതാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കാതിരിക്കാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സംഭവം, ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും, അതായത് ചെറിയ കാലയളവിലേക്കും വലിയ കാലയളവിലേക്കും ബാധിക്കാൻ പോകുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാം. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കണേ. റഷ്യയുമായിട്ട് നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണല്ലോ, നിങ്ങൾ ആ ബന്ധം വിടണം, അല്ലെങ്കിൽ ഞാൻ ടാക്സ് കയറ്റുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞു പോടാവില്ലെന്ന്. അപ്പോൾ റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. USSR കാലം മുതലെയുള്ള വലിയ ബന്ധമുള്ള രാജ്യമാണ് റഷ്യ എന്നുള്ളതല്ലേ. ആ ഒരു ബന്ധം വിടാനൊന്നും ഇന്ത്യ ഒരു തരത്തിലും തയ്യാറുമല്ല. ഇതെങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ നമ്മളെ ബാധിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ആ ഒരു സൈക്കോളജി എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ എടുക്കുക. അത് ചിലപ്പോൾ അങ്ങനത്തെ നിങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും, എന്നാലും വിചാരിക്കുക, നിങ്ങളുടെ അടുത്തുള്ള ഹോട്ടലിൽ വിദേശത്ത് നിന്ന് വരുന്ന നല്ലൊരു ഭക്ഷണമുണ്ട്. ഇപ്പോൾ ഒരു കൊറിയൻ ഡിഷാണ് അല്ലെങ്കിൽ ഒരു കൊറിയൻ ന്യൂഡിൽസ് ആണ്. അപ്പോൾ വിദേശത്ത് നിന്നാണ് കൊറിയൻ ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് വരുന്നതല്ലേ. നിങ്ങൾ അവിടുന്ന് സ്ഥിരമായിട്ട് ആ ഒരു ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് 100 രൂപയ്ക്കാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ചെല്ലുമ്പോൾ പറയുകയാണ്, ഇന്ന് 100 രൂപയല്ല കേട്ടോ, ഇതിന് 135 രൂപയാക്കി. കാരണം ഗവൺമെൻറ് അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 35% കൂട്ടി, അല്ലെങ്കിൽ എത്ര ശതമാനമാണെങ്കിലും അത്ര 140 ആണെങ്കിൽ 40% കൂട്ടി എന്ന് പറയുകയാണ്. നിങ്ങളപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു അന്താളിപ്പാണല്ലേ. പക്ഷേ നല്ല ന്യൂഡിൽസ് നിങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിൽ ഇന്ത്യൻ മേക്കർ തന്നെ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതായിരിക്കും? നിങ്ങൾക്ക് അതേ സെയിം ടേസ്റ്റുള്ള ന്യൂഡിൽസ് അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം ഒക്കെ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ, അല്ലെങ്കിൽ അതേ ഹോട്ടലിൽ തന്നെ, എന്തിനാ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ എടുക്കുന്നത്, അതേ ഹോട്ടലിൽ മറ്റൊരുപാട് ഫുഡ് ഉണ്ടാകുമല്ലോ അല്ലേ. നിങ്ങൾ ആ ഒരു ഫുഡ് ട്രൈ ചെയ്ത് തുടങ്ങും. നിങ്ങൾ പതുക്കെ നമ്മുടെ ഇന്ത്യൻ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഫുഡിലേക്ക് നിങ്ങൾ മാറുമല്ലേ. അപ്പോൾ ഇനി മറ്റൊരു ഉദാഹരണം പറയുവാണെങ്കിൽ KFCയുടെ മസാല കൂട്ടൊക്കെ വരുന്ന വിദേശത്ത് നിന്നാന്ന് പറയുകയാണ്. അപ്പോൾ KFC പറയുകയാണ് ഈ താരിഫൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ KFCയിൽ നിങ്ങളുടെ ആ ഒരു ചിക്കൻ പീസ് മേടിക്കുമ്പോൾ അവിടെ 35% കൂടുകയാണ്. അത്രയൊന്നും കൂടുതൽ, കാരണം കോഴിയൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറഞ്ഞാണ്, നിങ്ങൾ വേറെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് കൂട്ടാത്ത ഈ ഫ്രൈഡ് ചിക്കൻ കമ്പനികളിലേക്ക് നിങ്ങൾ തിരിയും. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഷോക്ക് ആയിരിക്കും അല്ലേ. ഇത് തന്നെയാണ് അമേരിക്കൻ ജനങ്ങളുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കിറ്റക്സ് ഒരുപാട് പ്രോഡക്റ്റുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അതായത് അമേരിക്കക്കാർ ഒരുപാട് കിറ്റക്സിന്റെ സാധനങ്ങൾ മേടിക്കുന്നുണ്ടല്ലേ. നാളെ മുതൽ അവർ കടയിൽ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ബാഗോ ചെരുപ്പോ അല്ലെങ്കിൽ മറ്റ് കുടകളോ വസ്ത്രങ്ങളോ എന്തോ ആവട്ടെ, അത് മേടിക്കാൻ ചെല്ലുമ്പോഴേക്കും 25-30% വില കൂടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അന്താളിപ്പ് ഉണ്ടാവൂല്ലേ. പെട്ടെന്ന് ഇത്രയും കൂടിയോ? എന്നാൽ വേണ്ട, നമ്മുടെ അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ പ്രോഡക്റ്റ് മേടിക്കാം. ആ വില കുറവാണ്, ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. പക്ഷെ എന്തിനാ ഇത്രയും വില കൊടുക്കുന്നത് എന്നല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. അതായത് ഒരു പ്രോഡക്റ്റിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 25% അല്ലെങ്കിൽ 30% വില കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രോഡക്റ്റ് എത്തുമ്പോൾ ആ പ്രോഡക്റ്റ് മേടിക്കാൻ പോകുന്ന ജനങ്ങളാണല്ലോ. പെട്ടെന്ന് ഇത്രയും വില കൂടുമ്പോഴേക്കും അവർ മേടിക്കില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് കയറ്റി അയക്കാൻ പറ്റാതെയാകും, കാരണം ചിലവില്ലല്ലോ. അങ്ങനെ നമ്മുടെ രാജ്യത്തു നിന്നാണ് ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം കയറ്റി അയക്കുന്നതല്ലേ. ഈ തൊഴിലാളികൾക്ക് പതുക്കെ ജോലി നഷ്ടപ്പെടും, കാരണം കമ്പനി നഷ്ടത്തിലാവും. അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നൊക്കെയാണ് ട്രംപിന്റെ വിചാരം. ഇതൊരു ഷോർട്ട് ടേമിലേക്ക്, ഒരു ചെറിയ കാലയളവിലേക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ്. കാരണം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ആ ഒരു കമ്പനീസിനെ സംബന്ധിച്ച് പ്രശ്നമാകും. പക്ഷേ ഇൻ ദ ലോങ് ടേം നമുക്കത് മെച്ചപ്പെടുത്തി എടുക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ട്രംപ് ഇതോടൊപ്പം ആവിഷ്കരിക്കുന്ന പദ്ധതി എന്തെന്നാൽ സ്വദേശിവൽക്കരണമാണ്. ഇപ്പോൾ അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുക, അവിടെ തന്നെ മറ്റേ ലെതറും കുടകളും സാധനങ്ങളും പാൽ ഫാക്ടറികളും എല്ലാം ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിൽക്കുക. ഇപ്പോൾ സ്വദേശിവൽക്കരണം എല്ലാ രാജ്യത്തിൻ്റെയും പോളിസിയാണ്, നമ്മുടെയും പോളിസി സ്വദേശിവൽക്കരണം തന്നെയാണ്. എന്തായാലും ട്രംപ് അതാണ് പറയുന്നത്. അതോടൊപ്പം ട്രംപ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്.
ഇന്ത്യയുടെ ടാക്സ് ആണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. അതോടൊപ്പം പാകിസ്ഥാൻ്റെ ടാക്സ് ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് പ്രൊഡക്റ്റ് കയറ്റി അയച്ചാലുള്ള ടാക്സ് ഉണ്ടല്ലോ, അത് കുറയ്ക്കുകയും ചെയ്തു. എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ ടാക്സ് കുറച്ചു, നമ്മുടെ ടാക്സ് കൂട്ടി. അതായത് ട്രംപ് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെയും ഇന്ത്യ രാജ്യത്തെയും തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തിനാണ് ട്രംപ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഒരു ഈഗോയാണ്. നമുക്കറിയാം ട്രംപിൻ്റെ വിചാരം പുള്ളിയാണ് ലോകത്തിൻ്റെ നേതാവെന്നാണ്. എല്ലാവരും അയാളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കണം, അയാൾ പറയുന്നത് കേൾക്കണം. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് മറ്റേ ഈ പെഹൽഗാം ഭീകരാക്രമണ സമയത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞെന്താണ്, അതായത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളി ഉടനെ മറ്റേ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ അണ്ണൻ നേരിട്ടിടപെട്ടു, അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അത്രയും വലിയ ഭീകരമായിട്ടുള്ള യുദ്ധം അവിടെ നിന്നു. എൻ്റെ ഇടപെടൽ കൊണ്ടാണ് മക്കളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നത് തടയാൻ പറ്റിയത്. ഞാനാണ് ലോക നേതാവ് എന്നുള്ള തരത്തിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയൊക്കെ ഒരുപോലെ പറഞ്ഞു, ട്രംപ് ഒന്നും ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ തന്നെ ഇടപെട്ടിട്ടാണ്. അത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നേരെ പറഞ്ഞു. വേറൊരാളും ഇടപെട്ടിട്ടല്ല ഇത് നിർത്തിയത്, ഞങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്ത് ഇടപെട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞു. ട്രംപിനെ തള്ളിയല്ലേ? അപ്പോൾ ട്രംപിൻ്റെ ഒരു രീതിയാണിത്. കള്ളം പറഞ്ഞാണെങ്കിലും ലോകത്തിൻ്റെ അച്ഛനാണ്, ഞാൻ വലിയ തന്തയാണ് എന്ന് കാണിക്കാനുള്ള ഒരു പുള്ളിയുടെ സ്വഭാവം എപ്പോഴും പ്രകടമാണ്. ഇന്ത്യക്കൊരു പണി തന്നെ, അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. സ്വദേശിവൽക്കരണം ചെയ്ത് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ട്രംപ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? പാകിസ്ഥാൻ. നമ്മുടെ ഒസാമ ബിൻ ലാദൻ ഉണ്ടല്ലോ, അമേരിക്കയിലെ ട്വിൻ ടവർ പ്ലെയിൻ ഇടിച്ച് തകർത്ത, പ്ലെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇടിച്ച് തകർത്ത സംഭവം ഉണ്ടല്ലോ. എത്ര പേരാണ് അമേരിക്ക സ്വദേശികൾ മരിച്ചതല്ലേ? അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്കുകളിലൊന്നായിരുന്നല്ലേ. ഈ ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്തത് ഏത് രാജ്യമാണ്? പാകിസ്ഥാൻ. എല്ലാ തരത്തിലുള്ള ടെററിസം ആക്ടിവിറ്റീസിനും പിന്തുണ കൊടുക്കുന്ന ഈ രാജ്യം ആണ് പാകിസ്ഥാൻ അല്ലേ. ആ രാജ്യത്തെയാണ് ട്രംപ് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഉയർ നൻപൻ, ഇന്ത്യക്കാലം വലിയ ഉയർ നൻപനാണെന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ട്രംപ് ടാക്സ് കൂട്ടി. അതുപോലെ തന്നെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാല് വലിയ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ വലിയ കോപ്പറേറ്റീവ് ലെവലിൽ ഫാമിംഗ് നടത്തുന്നുണ്ട്, കൃഷി നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യും. അപ്പോൾ ട്രംപ് അൾട്ടിമേറ്റ്ലി മത്സരിക്കാൻ ശ്രമിക്കുന്ന ആരോടാണ്? നമ്മുടെ രാജ്യത്തെ പാവം കൃഷിക്കാർ, പാൽ കർഷകർ, അല്ലെങ്കിൽ അരി, ഗോതമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കും. ശരിയാണ്, അമേരിക്കയ്ക്ക് കോപ്പറേറ്റീവ് ലെവലുകളിൽ ഇപ്പോൾ പാലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഫാക്ടറികളുണ്ട്, മെഷീനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. അത് വെച്ചിട്ട് ഇവർ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, മത്സരിക്കാൻ ശ്രമിക്കുന്നത് ഈ നമ്മുടെ പാവപ്പെട്ട ഇവരോടാണ്, കർഷകരോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കർഷകരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അതായത് നമ്മളൊരു പച്ചക്കറി മേടിക്കുന്നത് കിലോയ്ക്ക് 50 രൂപ എന്ന് വെക്കുക, അത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ചിലപ്പോൾ കിട്ടുന്നത് വെറും 15 രൂപയായിരിക്കും. ബാക്കി ഇടനിലക്കാരും കടക്കാരും ഒക്കെ എടുത്താണ് ഇത്രയും വില വരുന്നതല്ലേ. അപ്പോൾ അവരോട് മത്സരിക്കണം എന്നാണ് ട്രംപ് ഭയങ്കര ഇതിൽ പറയുന്നത്, ഈ പാവപ്പെട്ടവരോട്. ഇത്രയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഒരു തരത്തിലും അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറായില്ല. ഇനി ഇതൊന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് പറഞ്ഞത് നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം വിടണമെന്ന്. ഇന്ത്യയും റഷ്യയായിട്ടുള്ള ബന്ധം അറിയാവും, ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളിലൊന്നാണ് റഷ്യ, പിന്നെ ഇസ്രായേലൊക്കെ വരുന്നുണ്ട്. എന്തായാലും റഷ്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ ബന്ധമാണ്. നമ്മൾ ഒരുപാട് ട്രേഡുകൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് നടത്താറുണ്ട്, നമ്മൾ ഓയിൽ ബിസിനസ് നടത്താറുണ്ട്. അത് ഇപ്പോഴാണ് റഷ്യ ആയത്, പണ്ട് USSR ആയിരുന്നല്ലേ. USSRന്റെ കാലം മുതലുള്ള ബന്ധമാണ് റഷ്യയായിട്ട്. ആ ബന്ധം നിങ്ങൾ നിർത്തണമെന്നാണ് ട്രംപ് പറഞ്ഞത്. നടക്കണ കാര്യമാണോ? ഇന്ത്യ ഒരിക്കലും കൂറുമാറില്ലല്ലേ. ഇന്ത്യക്ക് നമ്മളെ സഹായിച്ച രാജ്യങ്ങളോട് നമുക്കും നന്ദി ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 1970-കളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായല്ലോ. ഈ യുദ്ധ സമയത്ത് ചൈനയും അമേരിക്കയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാണ്. അമേരിക്ക അവരുടെ നാവിക കപ്പലുകളുണ്ടല്ലോ ഈ പാകിസ്ഥാന് വേണ്ടി അയക്കുകയാണ്, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന രാജ്യം ഏതാണെന്ന് അറിയാവോ? റഷ്യ. അതായത് അന്നത്തെ USSR ആയിരുന്നു കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. USSR അന്നെന്ന് പറഞ്ഞാലും ഒരു രാക്ഷസ രാജ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നായിരുന്നല്ലേ. അപ്പോൾ USSR അത്രയും ഭീകരമായിട്ടുള്ള രാജ്യമാണ്. USSR അവരുടെ പടക്കപ്പലുകൾ, നാവിക കപ്പലുകളുണ്ടല്ലോ, വാർഷിപ്സ്, അത് നമുക്ക് വേണ്ടി അയച്ചു തന്നു. അപ്പോൾ അമേരിക്കൻ ഈ പടയം മൊത്തത്തിൽ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്ത്. അത്രയും വലിയ ബന്ധമുള്ള രാജ്യമാണ്. അന്ന് തൊട്ട് ഇന്നേ വരെ റഷ്യയുമായിട്ട് അത്രത്തോളം നല്ല ബന്ധത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതായത് ഈ റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധമാണല്ലോ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ ഈ യുക്രൈനും ഒക്കെ പറഞ്ഞത് ഇന്ത്യ ഇടപെടണം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇടപെടണമെന്നാണ്, പുടിനോട് സംസാരിക്കണമെന്നാണ്. കാരണം പുടിനുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള രാജ്യം ആരാണ്? ഏറ്റവും നല്ല ബന്ധമുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. മാത്രമല്ല റഷ്യ
റഷ്യയായിട്ടുള്ള സൗഹൃദം മൂലം നമുക്കുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്തെന്നാൽ ചൈനയെ നമുക്കൊന്ന് കൈകാര്യം ചെയ്ത് മെരുക്കി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചൈന എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ റഷ്യയായിട്ട് നല്ല സൗഹൃദമാണ്. അപ്പോൾ റഷ്യ പറഞ്ഞ ചൈന കേൾക്കും. അതുകൊണ്ട് ചൈന ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും വരുന്നില്ല. അപ്പോൾ റഷ്യയുമായിട്ടുള്ള സൗഹൃദം നമ്മൾ ഒരിക്കലും കൈവിടാൻ പോകുന്നില്ല. മൂന്നാമത്തെ കാര്യമായിട്ട് ട്രംപ് പറയുന്നത് അൺഈക്വൽ ട്രേഡാണ്. അതായത് ഞങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. ഇത് ഇല്ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം രണ്ടും ഡിഫറൻറ്റ് എക്കോണമിയാണ്. അമേരിക്കൻസിനെ പോലെ സ്പെൻഡിങ് കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യക്കാർക്ക് ഉണ്ടാകണമെന്നില്ല. അതുപോലെ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അൺഈക്വൽ ആയിട്ടുള്ള ട്രേഡാണ് നടത്തുന്നു, അതുകൊണ്ട് ടാക്സ് കൂട്ടുന്നു എന്നൊക്കെ പറയുന്നത് തീർത്തും ഇല്ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രംപ് പുള്ളിയുടെ ആ ഒരു ലോകരാജ്യങ്ങളുടെ തന്തയാകാൻ ശ്രമിക്കുന്ന ആ ഒരു ഈഗോ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ടാക്സ് കൂട്ടി. അതിന് പറയുന്ന ഓരോ കാരണങ്ങൾ മാത്രമാണിത്. ഇനി നമുക്ക് ഇതുമൂലമുള്ള ഇമ്പാക്റ്റ്, നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നോക്കുവാണെങ്കിൽ ഷോർട്ട് ടേം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോലി പോകും. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അതായത് ഇന്ത്യ രാജ്യം ഏകദേശം 25% സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലേക്കാണ്. പക്ഷേ നമുക്ക് 25% എന്നുള്ളത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, UK, നമ്മുടെ യൂറോപ്പ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തേക്ക് മാത്രം കയറ്റുമതി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഒരു രാജ്യത്തിന് മാത്രം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്താലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. നമുക്ക് മറ്റൊരുപാട് കോണ്ടിനെൻസിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ നമുക്ക് സാധനം കയറ്റി അയക്കാം. നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഇന്ന് അതിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. നമുക്ക് നല്ല പോർട്ടുകളുണ്ടല്ലോ, വിഴിഞ്ഞം പോർട്ടൊക്കെ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർട്ടുകളൊക്കെയാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങൾക്കപ്പുറം നമുക്കിതൊരു നേട്ടമാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. ട്രംപ് വിചാരിച്ചത് മറ്റ് പല രാജ്യങ്ങളെയും പോലെ തന്നെ നമ്മളും കാലിൽ വീഴുമെന്നാണ്. ഉദാഹരണം, പാകിസ്ഥാൻ കാലിൽ വീണു, സൗത്ത് കൊറിയ കാലിൽ വീണു, വിയറ്റ്നാം കാലിൽ വീണു. പക്ഷേ നമ്മൾ തലയുയർത്തി തന്നെ നിന്നല്ലേ. അങ്ങനെ നിൽക്കുന്ന അപൂർവം ചില രാജ്യങ്ങളിലാണ് നമ്മൾ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ബ്രസീലിൻ്റെ ഏകദേശം 30 മുതൽ 40% വരുന്ന കയറ്റുമതികൾ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അമേരിക്ക എത്ര ടാക്സാണ് കൂട്ടിയെന്ന് അറിയാമോ? നമുക്ക് 25%, ബ്രസീൽ 50% ടാക്സ് കൂട്ടുകയാണ്. അപ്പോൾ അവരുടെ എക്കോണമി അമേരിക്ക അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ്, ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആയിട്ടും അവർ പറയുകയാണ്, പറ്റില്ല, ഞങ്ങൾ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തില്ല, പോയി പണി നോക്ക്, ഞങ്ങളുടെ കാര്യം നോക്കിയോളാം, ഞങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് വർഷങ്ങളായി, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് അല്ലാതെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന്. അതായത് നമ്മളെക്കാൾ കൂടുതൽ ബ്രസീൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവരുടെ ശതമാനം കൂട്ടി 50% അല്ലേ, എന്നിട്ട് പോലും അവരും മുട്ടുമടക്കിയില്ല. ഇവിടെ ട്രംപിൻ്റെ മറ്റൊരു ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതായത് ബ്രസീൽ, ഇന്ത്യ എന്നൊക്കെയുള്ള ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പാർട്ടാണല്ലേ. അതായത് വളർന്നു വരുന്ന രാജ്യങ്ങളാണ്. നമുക്ക് അത്രത്തോളം മാൻ പവർ ഉണ്ട്, ടെക്നോളജീസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോകത്തിലെ 4ാമത്തെ വലിയ എക്കോണമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടണം. അങ്ങനെ വളർന്ന് നമ്മളെക്കാളൊക്കെ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ ഇപ്പോഴേ നമുക്ക് ഈ രാജ്യങ്ങളെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുമെങ്കിൽ അമേരിക്കയ്ക്ക് നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന പുള്ളിയുടെ ഒരു രീതിയുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ സംഭവങ്ങളിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്നറിയാവോ? റഷ്യയുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് റഷ്യയെ യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് നമ്മൾ വലിയ സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ട്രംപ് പറഞ്ഞു റഷ്യയായിട്ടുള്ള ബന്ധം വിടണം. അപ്പോൾ നമ്മുടെ രാജ്യം പറഞ്ഞു, നിങ്ങളെക്കാളും വലിയ ബന്ധമാണ് ഞങ്ങൾക്ക് റഷ്യ ആയിട്ടുള്ളത്. ഞങ്ങളെ എത്രത്തോളം ദ്രോഹിച്ചാലും വേണ്ടില്ല, ഞങ്ങളുടെ കയറ്റുമതികൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്താലും വേണ്ടില്ല, ഇറക്കുമതികൾ നിർത്തിയാലും വേണ്ടില്ല, റഷ്യയുമായിട്ടുള്ള ആത്മബന്ധം ഞങ്ങൾ കൈവിടില്ലെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു റഷ്യൻ പൗരൻ്റെ ഉള്ളിൽ എന്താ വരിക? ഇന്ത്യ നമ്മുടെ സൗഹൃദ രാജ്യമാണ്. അത് ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല, അത്രത്തോളം ഒരു സ്നേഹമായിരിക്കും ആ റഷ്യൻസിന് നമ്മളോട് തോന്നുക, അല്ലേ റഷ്യ രാജ്യത്തിന്, ഗവൺമെൻറ്റിന് നമ്മളോട് തോന്നുക. ആ ഒരു നന്ദി, ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധമൊക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണ്. റഷ്യക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായിട്ട് കൂടെ ഉണ്ടാകും, ഒരിക്കലും റഷ്യയെ കൈവിടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു നയത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനെല്ലാം അപ്പുറം അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ടല്ലേ. അതെന്തിനാന്ന് നോക്കുവാണെങ്കിൽ ചൈന പാകിസ്ഥാനുമായിട്ട് എന്തിനാണോ ബന്ധം സ്ഥാപിച്ചത് അതിന് തന്നെയാണ്, മറ്റൊന്നുമല്ല, ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മളുടെ അയൽ രാജ്യമാണ്, അവിടുന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളോ അതിനൊക്കെ ഫണ്ട് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോൾ ചൈന എന്തിനാണോ നമ്മുടെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ട്രംപ് പറയുന്നത് പാകിസ്ഥാനിൽ എണ്ണയുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അതവിടുത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് പോലും അറിയത്തില്ല പാകിസ്ഥാനിൽ എണ്ണയുണ്ട് എവിടെയാണെന്നൊക്കെ ഉള്ളത്. വർഷങ്ങളായിട്ട് കേൾക്കുന്ന കാര്യമാണ് പാകിസ്ഥാനിൽ എണ്ണയുണ്ട് എന്നൊക്കെ. അങ്ങനെ എണ്ണയുണ്ടെങ്കിൽ ഇത്രത്തോളം ദാരിദ്ര്യത്തിലേക്ക് ആ രാജ്യം പോകുമോ, ഇത്രത്തോളം പടുകുഴിയിലേക്ക് ആ രാജ്യം വീഴത്തില്ലായിരുന്നല്ലേ. ഇപ്പോൾ സൗദിയോ ഖത്തറോ ഒക്കെ പോലെ രാജ്യത്തിന് മാറായിരുന്നു. പക്ഷേ അവിടുത്തെ എക്കോണമിയുടെ അവസ്ഥ അത്രത്തോളം
പറയാൻ പോലും പറ്റില്ല. അത്രത്തോളം തകർന്ന തരിപ്പണമായിരിക്കുകയാണ് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ട്രംപ് കാണുന്ന നടക്കാത്ത സ്വപ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ മേടിച്ച് ഓയിൽ മേടിച്ച് ഉപയോഗിക്കുന്നു. എണ്ണ എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്ട്സ് അല്ലേ, പെട്രോളും ഡീസലും മറ്റ് LPG തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും, എന്നാൽ നമുക്ക് പെട്രോൾ കാറൊന്നും വേണ്ട, നമ്മൾ ഇലക്ട്രിക് കാർ മേടിക്കാറാന്ന് വിചാരിക്കുന്ന ഒരു സിമ്പിളി തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരിക്കലും അങ്ങനെ വരില്ല. അങ്ങനെ ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ എണ്ണ കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ രാജ്യം മേടിക്കും? ഇല്ല. നമുക്ക് എണ്ണ തരാനായിട്ട് ഇവിടെ സൗദി, ഖത്തർ, GCC രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. റഷ്യയായിട്ട് ബന്ധമുണ്ട്. റഷ്യ നമുക്ക് എണ്ണ തരും. നമുക്ക് എന്ന് പറയുന്ന അമേരിക്കയായിട്ടുള്ള ബന്ധം പോയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോടാ പുല്ലേ ട്രംപേ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ മറ്റൊരുത്തം തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപോലെ കൂടെ നിൽക്കുക. അത് ജാതി, മത, രാഷ്ട്രീയ എന്തിൻ്റെ ഭേദമന്യേയും നിങ്ങൾക്ക് എന്ത് പൊളിറ്റിക്കൽ ഐഡിയോളജിയോ റിലീജിയസ് ഐഡിയോളജിയോ അല്ലെങ്കിൽ മറ്റെന്ത് ഐഡിയോളജി ഉണ്ടാകട്ടെ, നമ്മുടെ രാജ്യത്തെ പുറത്തുനിന്നൊരുത്തം ചൊറിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ അവസരം മുതലാക്കി രാജ്യദ്രോഹം പറയുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഇൻ ദ ലോങ് ടേം നമുക്കിത് ഗുണം ചെയ്യും കേട്ടോ. ഒരുപാട് തരത്തിൽ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്ത് പോകുന്നവർ വലിയ നിലകളിലേക്ക് എത്തിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ശ്രീ MA യൂസഫ് അലിയുടെയൊക്കെ കഥകളൊക്കെ അങ്ങനെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ അദ്ദേഹം അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയി. ഇപ്പോൾ വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തല്ലേ, അംബാനി, അദാനി, ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ പ്രതിസന്ധിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് നമ്മൾ സാധനം അയക്കും. 25%, ഏകദേശം 25% നമ്മുടെ എക്സ്പോർട്ടിൻ്റെ അമേരിക്കയിലേക്ക് പോകുന്നതല്ലേ. 25% മറ്റു രാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരെ? പോട്ടെ, ഒരു 10% കുറവാണെങ്കിലും കുഴപ്പമില്ല, ബാക്കി 15% മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. ആ 10% നഷ്ടം നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സ്വദേശിവൽക്കരണം നടത്തിയ പ്രോഡക്റ്റുകൾ വിൽക്കാം. ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് എപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ് സ്വദേശിവൽക്കരണം. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് അല്ലേ, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലാത്ത ഒരു കാലം വരും. നമ്മൾ ഡിപ്പെൻഡ് അല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഭൂരിഭാഗം പ്രോഡക്റ്റുകളും ഇപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഡിജിടെക്കിൻ്റെ ലൈറ്റ്, അതിൽ മറ്റേ സിംഹത്തിൻ്റെയൊക്കെ പടമുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, അതിൻ്റെയൊക്കെ ഐഡിയോളജിയാണ് മുമ്പോട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡ്, അതും ഡിജിടെക്കിൻ്റെ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഐഡിയോളജിയുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെ കൂടുതലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ടാറ്റ, റിലയൻസ്, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ മറ്റ് അമേരിക്കൻ കമ്പനീസിൻ്റെ പ്രോഡക്റ്റുകളൊന്നും മേടിക്കണം എന്നല്ല, ഞാനും ഒക്കെ മേടിക്കാറുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളൊക്കെ മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റുകളാണ് കൂടുതലും വരുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, അതൊക്കെ മേടിച്ചോ. പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ നമ്മുടെ കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേര് പല പ്രോഡക്റ്റുകൾ വിദേശ രാജ്യത്തെയാണ് ക്വാളിറ്റി എന്നും പറഞ്ഞ് മേടിക്കാറുണ്ടല്ലേ. വിദേശ രാജ്യത്തെക്കാളും ക്വാളിറ്റി ഇപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ സ്റ്റുഡിയോ, റിലയൻസ് ട്രെൻഡ്സ് ഒക്കെ വളരെ വില കുറച്ച് നല്ല ഷർട്ടുകളും പാൻറ്റുകളും നിങ്ങളുടെ ഡ്രസ് ക്ലോത്തിങ്സും ഒക്കെ കിട്ടുന്നില്ലേ, അതെടുക്കുക. നമ്മുടെ കമ്പനീസിൻ്റെ അപ്പാരൽസ് ഒക്കെ എടുക്കുക. ചെരുപ്പുകളൊക്കെ നമ്മുടെ കമ്പനീസിനെ മേടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാനും മറ്റു രാജ്യങ്ങളുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഹിപ്പോക്രസി പറയുകയല്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശതമാനമെങ്കിലും ചെയ്യുക, അത്ര തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ അമേരിക്ക പറയുന്നത് നമ്മൾ കേട്ട് നിൽക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ? കമൻറ്റ് ബോക്സിൽ എഴുതുക. നമ്മുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ചർച്ചാവേദിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എഴുതുക കേട്ടോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിസ്മേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.